പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ 40 വർഷം തികയുന്നു. എൻ്റെ വീട്ടിലെ ജീവിതത്തിൽ ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല. ഞാൻ ആഘോഷം മുഴുവൻ എൻ്റെ ആകാശവാണിയുടെ സ്റ്റുഡിയോയിലോ അതല്ലെങ്കിൽ ആഘോഷം മുഴുവൻ ടെലിവിഷൻ്റെ സ്റ്റുഡിയോയിലോ ഒക്കെ ആയിരുന്നു. ജനങ്ങളുമായിട്ട് ഉള്ള മാധ്യമ യാത്രക്കിടയിൽ ഞാൻ ഈ ആഘോഷത്തിൽ എനിക്ക് എന്തോ താല്പര്യം തോന്നിയിട്ടില്ല. ഈ ജോലിയോടുള്ള ഒരു താല്പര്യമല്ലാതെ എനിക്കങ്ങനെ തോന്നാറില്ല. അതുകൊണ്ട് ഇതും ഈ 40 വർഷം തികഞ്ഞു എന്ന് വേള ഈ പറയുന്ന സമയവും എനിക്കൊരു ആഘോഷമില്ലാത്ത ദിവസമാണ്. നമുക്ക് ഒറ്റ സംഭവമേ ഉള്ളൂ, ഒറ്റ കമ്മിറ്റ്മെൻറ്റോടെ നമ്മൾ നടത്തുന്ന യാത്ര. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ൻ്റെ പ്രതിരോധത്തിന് തുടക്കം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വൈകുന്നേരം യഥാർത്ഥ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് 6 മണിക്ക് ഈ പരിപാടി ഔദ്യോഗികമായി 100 അമ്മമാർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഈ യാത്ര തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഇങ്ങനെ ഓരോ ജില്ലയും കടന്നു പോകും. അപ്പോൾ ഇന്ന് 5 മണിക്ക് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ കവടയാറിൽ നിന്ന് വമ്പിച്ചൊരു റാലി ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ് റാലി കഴിഞ്ഞാൽ ഉടൻ 6 മണിക്ക് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നമ്മൾ ഈ പരിപാടി ആരംഭിക്കും. ഒരു കനൽ നിറയുന്ന മനസ്സുമായി കുറച്ചധികം അമ്മമാർ ടാഗോറിൻ്റെ വേദിയിലെത്തും ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ. ആ അമ്മമാരാണ് എൻ്റെ മനസ്സ് നിറയെ ഇപ്പോൾ. കാരണം ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വഴിക്കണ്ണുമായ കുട്ടി മടങ്ങി വരുന്നവരെ കാത്തു നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണ അമ്മയുണ്ട്. വളരെ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആ അമ്മയാണ് ഇന്ന് കുട്ടികൾ വരാൻ താമസിക്കുമ്പോൾ ഹോസ്റ്റൽ മുറിയിൽ അവനെക്കുറിച്ചുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാർത്തകൾ കേൾക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ഇല്ലാതായി പോകുന്ന ആ അമ്മമാരുടെ പ്രതീകമായിട്ടാണ് ഈ 100 അമ്മമാർ ഇന്നിത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഈ അമ്മമാർ കരുത്തോടെ കനലെരിയുന്ന മനസ്സോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അരുത് മക്കളെ, ലഹരി വേണ്ട, അക്രമവും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ചില ആളുകൾ, പൊതുപ്രവർത്തകരൊന്നും ഒരുപാട് ഈ വേദിയിൽ ഉണ്ടാകില്ല. അപ്പോൾ ഇത് സാധാരണ കക്ഷി രാഷ്ട്രീയം നടത്തുന്ന ഒരു കേരള പര്യടനം പോലെ ആകില്ല. എന്തായാലും എൻ്റെ കേരളം, എൻ്റെ അഭിമാനം എന്നൊരൊറ്റ മുദ്രാവാക്യം. നമുക്ക് പിറന്ന മണ്ണാണ് ഇത്, ഈ കേരളം. ആ കേരളത്തിൻ്റെ അഭിമാനം നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. ആ കേരളത്തെ മുറിവേൽപ്പിക്കാൻ ആരെയും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പര്യടനം നടക്കുക. മുഖ്യമന്ത്രിയോടൊക്കെ ഞാൻ വിശദമായി ഈ കാര്യം ഇന്ന് സംസാരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉച്ചതിരിഞ്ഞ് കാണുന്നുണ്ട്. 3:30 മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഞാൻ നടത്തുന്ന അഭിമുഖം. അത് തത്സമയം 24-ഉം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തത്സമയം സംപ്രേഷണം ചെയ്യും. ലഹരിയിലും അക്രമത്തിലും സർക്കാരിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം എന്നോട് നടത്തുന്ന സംസാരത്തിൽ വ്യക്തമാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അരുത് ലഹരി, അരുത് അക്രമം എന്ന് തന്നെയാണ് നമ്മുടെ സന്ദേശം. അപ്പോൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. നേരത്തെ വന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം കസേരയൊക്കെ കിട്ടും. കാര്യം അവിടെ സീറ്റുകൾ കുറവുള്ള സ്ഥലമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നേരത്തെ വരിക. ഇപ്പോൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നമ്മുടെ പ്രവർത്തകരൊക്കെ തന്നെ ഈ യാത്രയുടെ ഔപചാരികമായ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ തത്സമയം ടാഗോർ തിയേറ്ററിൽ ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ യാത്ര ആരംഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്രമാത്രം പുരോഗമിച്ച് കഴിഞ്ഞു? എനിക്കറിയാം നമ്മുടെ കുറേ അധികം പ്രേക്ഷകർ പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ എത്തുമെന്നൊക്കെ വാട്സപ്പ് വഴി അറിയിക്കുന്നുണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്യണം. അപ്പോൾ ഓവർ ടു യു ഷഫീദ് റാവുത്തർ. ഗുഡ് മോർണിംഗ്. എസ്കേൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കേൻ, 40 വർഷം അത് ഒരു മനുഷ്യായുസിൽ ഒരേ പ്രവൃത്തി മണ്ഡലം എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. പക്ഷേ അത് നമുക്ക് ആഘോഷമല്ല, നമുക്ക് പകരം അതൊരു സാമൂഹിക ഇടപെടലായി നമ്മൾ മാറ്റുകയാണ്. അതിൻ്റെ തുടക്കം ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്തെ വലിയ ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയാണ് നമ്മളുടെ ഉദ്ഘാടന വേദി. അവിടെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമ്മളുടെ പര്യടന യാത്രയുടെ 1 മാസം നീണ്ടു നിൽക്കുന്ന നമ്മളുടെ പര്യടന യാത്രയുടെ ഔദ്യോഗികമായ തുടക്കം കുറിക്കും. നേരത്തെ എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും ഈ പരിപാടിയിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ 100 അമ്മമാർ, എസ്കേൻ സൂചിപ്പിച്ച അതേ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു, കനലെരിയുന്ന മനസ്സുമായി ഉള്ള കുറച്ച് അമ്മമാർ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പൂക്കോട് കോളേജിൽ റാഗിങ്ങിനിരയായി ജീവൻ നഷ്ടമായ സിദ്ധാർത്ഥിൻ്റെ അമ്മ ഉൾപ്പെടെ നമ്മുടെ ഈ വേദിയിലുണ്ടാകും. ആ അമ്മയുടെ അടക്കം അനുഗ്രഹത്തോടു കൂടിയായിരിക്കും നമ്മൾ ഈ യാത്ര ആരംഭിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റും 100 അമ്മമാർ, 100-ലധികം അമ്മമാർ നമ്മളിവിടെ എത്തുന്നുണ്ട്. അത് സമൂഹത്തിൻ്റെ വിവിധ വേർഷൻസിലുള്ള, പ്രത്യേകിച്ച് നമുക്കറിയാം തിരുവനന്തപുരത്ത് തന്നെ ഈ പലതരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള അമ്മമാർ എത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ വലിയ എൻക്വയറീസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ അമ്മമാരൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഈ പാലോട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്നൊരു അമ്മമാർ വിളിച്ച് ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ
പങ്കെടുക്കണം, എങ്ങനെയെങ്കിലും നമ്മളവിടെ എത്തിക്കൂ. കാരണം അതൊരു ആദിവാസി മേഖലയായിരുന്നു, അവിടെ നിന്ന് ഈ പരിപാടിക്ക് എത്തിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ പലതരത്തിൽ പല വേർഷൻസിലുള്ള അമ്മമാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരാണ് നമ്മളുടെ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുക. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് 3:30 നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നുണ്ട്. ഈ യാത്ര എങ്ങനെയായിരിക്കണം, ഈ യാത്രയുടെ സാമൂഹിക ഇടപെടൽ എങ്ങനെയായിരിക്കണം, മാത്രവുമല്ല നമ്മൾ ഉയർത്തുന്ന 2 പ്രധാനപ്പെട്ട ക്യാപ്ഷൻസ് ഉണ്ട്. ഒന്ന് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്നുള്ളത് ഒന്നാമത്തെ ക്യാപ്ഷൻ. രണ്ടാമത്തെ ക്യാപ്ഷൻ ആകട്ടെ അത് അരുതക്രമം, അരുത് ലഹരി, ഏറെ സാമൂഹിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഈ യാത്രയിൽ ത്രൂ ഔട്ട് പലതരത്തിലുള്ള സെഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്, പലതരത്തിലുള്ള അഭിപ്രായ രൂപീകരണം നടത്തുന്നുണ്ട്. ഇതൊക്കെ ക്രോഡീകരിച്ച് സംസ്ഥാന സർക്കാരിനെ യാത്രയുടെ അവസാനം അറിയിക്കുക, അതൊരു റിപ്പോർട്ടായി സമർപ്പിക്കുക തുടങ്ങിയ പലതരത്തിലുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള പദ്ധതികൾ നമ്മളുടെ മനസ്സിലുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് 5 മണിക്ക് കവടിയാറിൽ നിന്ന് ഒരു റാലിയുണ്ട്. ആ റാലിയും ലഹരിക്കെതിരെ വിദ്യാർത്ഥികളടക്കം പങ്കെടുക്കുന്ന 24ന്റെ കുടക്കീഴിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അതിനുശേഷമായിരിക്കും 5 മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടന പരിപാടി ഈ ടാഗോർ ഹാളിൽ നടക്കുക. ഒപ്പം നമ്മളുടെ സിത്താര കൃഷ്ണകുമാർ, അവരും ഒരു അമ്മയാണ്, സിത്താര കൃഷ്ണകുമാറിൻ്റെ ഒരു സംഗീത നിശ കൂടി, ഏറെ സാമൂഹിക പ്രസക്തിയുള്ള ചില വിഷയങ്ങൾ പറയുന്ന ഒരു സംഗീത നിശ കൂടി നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. വലിയ ഓഡിയൻസിനെ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു സാമൂഹിക ഇടപെടലാക്കി മാറ്റാനുള്ള ചില അഭിപ്രായങ്ങളും നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കേൻ, ഇന്നത്തെ ഈ പരിപാടിയല്ല, നാളെയും മറ്റന്നാളിലും 17, 18 തീയതികളിൽ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് നാളെ ഈ 17-ാം തീയതി നമ്മളുടെ ഒരു മോർണിംഗ് ഷോ, ഒരു സ്പെഷ്യൽ മോർണിംഗ് ഷോ ഉണ്ട്. അവിടെയും കേരളത്തിൻ്റെ ഈ ലഹരിക്കെതിരെ അല്ലെങ്കിൽ സാമൂഹിക വിപത്തുകൾക്കെതിരെ കേരളത്തിൻ്റെ അഭിപ്രായ രൂപീകരണം അത് നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നമ്മളുടെ ആ മോർണിംഗ് ഷോയിൽ ഉണ്ടാകും. അതിനുശേഷം വിഴിഞ്ഞം ഉൾപ്പെടെ, അതായത് കേരളത്തിൻ്റെ പലതരത്തിലുള്ള വികസന സാധ്യതകൾ, കേരളം അടുത്ത 50 വർഷം എങ്ങനെ മുന്നോട്ട് പോകുമെന്നടക്കമുള്ള കാഴ്ചപ്പാട്, അതടക്കം നമ്മളുടെ യാത്രയുടെ ഒരു ഭാഗമായി മാറുന്നുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള ആഘോഷമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ വിപുലമായിട്ടുള്ള സാമൂഹിക ഇടപെടൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഈ തെക്കൻ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയുമുള്ള ആളുകളെ ഇതിനോടകം തന്നെ എൻക്വയറി ഒക്കെ പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു ഏതെങ്കിലും തരത്തിലുള്ള ടിക്കറ്റ് ഉള്ളൊരു പരിപാടിയല്ല. എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും, 24ന്റെ പ്രേക്ഷകർക്കും അതേപോലെ മുഴുവൻ ആളുകളെയും നമ്മൾ ടാഗോർ തിയേറ്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്കൈൻ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ വൈകുന്നേരത്തെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലെ സമ്മേളനത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വേളയിൽ നമ്മുടെ ഗായകൻ MG ശ്രീകുമാറൊക്കെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മളൊരു അതിഥിയായിട്ടൊരു ഗസ്റ്റാണ്. അത് നമ്മുടെ കുടുംബാംഗം തന്നെയാണ്, നിങ്ങൾക്കറിയാം. സ്റ്റോപ്പ് സിംഗറിലെ ജഡ്ജാണല്ലോ. അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം ഒരു പാട്ടുമൊക്കെ പാടും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമേള ഇന്ന് സിത്താര കൃഷ്ണകുമാറാണ്, അവരുടെ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. ബേസിക്കായിട്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം അല്ല, എന്നാൽ പോലും നമ്മൾക്ക് എത്തുന്ന ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്. കാര്യം നമ്മളിത് മുഴുവൻ നമ്മൾ നിരാശപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആഹ്ലാദത്തോടെ, അഭിമാനത്തോടെ നമ്മുടെ നാടിന് എങ്ങനെയായിരുന്നു നമ്മുടെ പ്രതീക്ഷയുടെ പച്ചപ്പുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വൈകുന്നേരം ഈ പ്രകടനത്തിൽ പങ്കെടുക്കാനും നമ്മൾ നാടിനോട് വിളിച്ചു പറയണം. കാരണം നമ്മളെ എവിടെയൊക്കെ അമ്മമാർ സംഘടിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ അടിയറവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് പ്രേരകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അമ്മമാർ ചൂലെടുക്കണം എന്ന് പറയുന്നത്. കാരണം ഇനി ഈ നാട്ടിൽ ഇത് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്